കൂടാതെ മറ്റൊരു പാദഫലം വന്നിരിക്കുന്നത് ടാറ്റ എലക്സിയെ സംബന്ധിച്ചിടത്തോളമാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുമ്പോൾ ലാഭം നോക്കുകയാണെങ്കിൽ ഏകദേശം 32.5% ഒരു ഇടിവുണ്ടാകുന്നു. 154.8 കോടി രൂപ. വരുമാനം പരിശോധിക്കുകയാണെങ്കിലും കമ്പനി നിറമങ്ങിയിരിക്കുന്നു. ഏകദേശം 4% ഒരു ഇടിവ്. അതർ ഇൻകം സെഗ്മെൻറ്റിലേക്ക് വരികയാണെങ്കിലും ഏകദേശം ഒരു 24% ഇടിവോടെ 48.8 കോടി രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ടാറ്റ എലക്സിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പാദത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ ഒരു ഓഹരി പരിഗണിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ടെക്നിക്കൽ ലെവലുകൾ ഏതൊക്കെയാണ്? ടാറ്റ എലക്സിനെ സംബന്ധിച്ചും എടുത്തു പറയേണ്ടത് ഈ ഓഹരി നിലവിൽ ഇപ്പോൾ ഒരു സപ്പോർട്ട് ഏരിയയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഹരിയിൽ നമ്മളൊരു ഓൾ ടൈം ഹൈക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് നോക്കുമ്പോൾ ഒരു ഡൗൺവേർഡ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു ബെയറിഷ് മോഡിലാണ് ഓഹരി ട്രേഡ് ചെയ്യുന്നതെന്ന് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഒരു നേട്ടം നോക്കുമ്പോൾ ഇന്നത്തെ ട്രേഡിംഗ് നോക്കുമ്പോൾ 0.61% ഇടിവാണ്. 5532 എന്നൊരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2-3 മാസങ്ങളിലായി ഈ ഓഹരിയിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട ലെവൽസിലോട്ട് നമുക്ക് പോകാം. നമുക്ക് ആദ്യത്തെ ഒരു സപ്പോർട്ടായിട്ട് പറയുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് 5218 എന്നൊരു പ്രൈസാണ് നിലവിൽ ആദ്യത്തെ ഒരു സപ്പോർട്ട് കാണുന്നത്. പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ പിന്നീട് ഒരു സപ്പോർട്ട് വരുന്നത് 4622 എന്നൊരു ലെവലുമാണ് അടുത്തൊരു സപ്പോർട്ടായിട്ട് പരിഗണിക്കാവുന്നത്. എന്നാൽ നമുക്ക് റെസിസ്റ്റൻസിലോട്ട് പോകുമ്പോൾ 5852 ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ഉള്ളത്. അടുത്തൊരു റെസിസ്റ്റൻസ് ആയിട്ട് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 6434 എന്നൊരു പ്രൈസുമാണ് നിലവിൽ നമുക്ക് ഈ ഒരു ഓഹരിയുടെ റെസിസ്റ്റൻസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്.